ഹലോ. അപ്പോൾ വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റി ആയിട്ടും വേണേൽ ഇതിനെ ബാച്ചിലർ ഫ്രണ്ട്ലി ബീഫ് കറി എന്നും പറയാം. ഒരു ബീഫ് കറി കണ്ടാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് കടുകിന് പകരം ഉലുവയിട്ട് പൊട്ടിച്ച് സവോളയും കുഞ്ഞുള്ളിയും കൂടെ വഴട്ടിയെടുക്കുക. വഴണ്ടു വരുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് വീണ്ടും വഴട്ടുക. എന്നിട്ട് അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് പെരുംജീരകം പൗഡർ ഇട്ട് വീണ്ടും വഴട്ടിയെടുക്കുക. മസാല മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. എന്നിട്ട് ലേശം വെള്ളത്തോടെ ഒഴിച്ചിട്ട് വെയിറ്റ് ഇടാണ്ട് നമ്മളൊരു 5 മിനിറ്റ് അത് വേവിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിനകത്തോട്ട് ബീഫിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു 8 വിക്സിൽ മാക്സിമം, അത് നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ ചെയ്യുക. എന്നിട്ട് അവസാനം കടുക് പൊട്ടിച്ചൊഴിക്കുക. അത്രയേ ഉള്ളൂ. കടുക് പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, തേങ്ങാക്കൊത്തിടാൻ. ഇത് മെയിനാണ്, ഇമ്പോർട്ടൻറ്റുമാണ്.